അസ്സലാമു അലൈക്കും വറഹമത്തുള്ള. നിങ്ങൾക്ക് കാണാൻ പറ്റിയൊരു കാഴ്ച തന്നെ നമ്മൾ കാണിച്ചു തരാൻ പോകട്ടോ. കാണാത്ത കാഴ്ച ഒന്നല്ല, ഇത് എൻ്റെ ഒരു സുഹൃത്ത് വിട്ടു തന്നൊരു വീഡിയോ. ഇത് കണ്ടിട്ട് നിങ്ങളൊന്ന് ഇതിനെതിരെ നല്ലൊരു വീഡിയോ ചെയ്യണം എന്ന് പറഞ്ഞപ്പം നമുക്ക് എന്താണ് അത് കാണിച്ചു തന്ന കാണാത്ത കാഴ്ച അല്ല കണ്ട കാഴ്ച എന്താണെന്നുള്ളത് നമുക്കൊന്ന് നോക്കട്ടോ. ഈ വീഡിയോ കാണിച്ചിട്ടാണ് റഫീഖ് സലഫി പറഞ്ഞത് സമസ്ത മറുപടി പറയണം, സുന്നികൾ മറുപടി പറയണം. എടോ, സുന്നികൾക്ക് ഇതായിട്ട് യാതൊരു ബന്ധമില്ല. ഇത് നടത്തുന്നത് SKSകാരല്ല, ഇത് സമസ്ത അല്ല, ഇത് നടത്തുന്നത് SSFകാരും അല്ല. ഇത് പിന്നെ ആരാ നടത്തുന്നത്? ഇതിന്റെ കൊടി ഉയർത്തിയത്, ഈ ഒരു പൂരത്തിന് കൊടി ഉയർത്തിയത് ആരാന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. മതനിരപേക്ഷതയും സ്നേഹവും സാഹോദര്യവും ഒരുമിച്ച പുതിയങ്ങാടി യാഹൂം തങ്ങൾ ഔലിയ ഉപ്പാപ്പയുടെ നേർച്ചയ്ക്കുള്ള ചെറിയ കൊടിയേറ്റം പ്രൗഢഗംഭീരമായി നടന്നു. ചിനിമുട്ടുകാർ ഒരുക്കിയ സംഗീതത്തിന്റെ പശ്ചാത്തലത്തിൽ ഹൈന്ദവ കുടുംബമായ അമ്പാട്ട് തറവാട്ടുകാരാണ് ജാറത്തിന് മുന്നിലെ കൊടിമരത്തിൽ ചെറിയ കൊടിയേറ്റം. എങ്ങനെയുണ്ട്? SSFകാരും ഉണ്ട്, SKSകാരൊക്കെ ഉണ്ട് അല്ലേ? എന്തിനാണ് ഒരു സമൂഹത്തിന് അല്ലെങ്കിൽ എന്തെങ്കിലും എവിടെയെങ്കിലും ആളുകൾ പൂരം നടത്തുകയോ തുള്ളിച്ചാടുകയോ ചെയ്താല് അതിനൊക്കെ എന്തിനാ സമസ്ത മറുപടി പറയാൻ പോകുന്നത്? അപ്പൊ റഫീഖ് സലഫി ഇതിന്റെ ഇടയ്ക്ക് ഇത് വലിയൊരു വീഡിയോ ചെയ്തിട്ട് മൂപ്പര് പറയാണ്, മൂപ്പര് പറഞ്ഞ വാക്കൊന്നും നേർച്ചയ്ക്കിടെ ആന ഇടയുന്ന ദൃശ്യങ്ങളാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഞാനതിൻ്റെ പൂർണ്ണരൂപം നിങ്ങളെ കാണിക്കുന്നില്ല. ആന ഒരാളെ എടുത്ത് തൂക്കിയെറിയുന്ന വളരെ വേദനാജനകമായ ഒരു രംഗമുണ്ട്. അയാളിപ്പോൾ ഹോസ്പിറ്റലിൽ ഗുരുതരാവസ്ഥയിൽ കഴിയുകയാണ് എന്നതാണ് വിവരം. ഭയന്നോടി സ്ത്രീകൾക്കും കുട്ടികൾക്കുമൊക്കെ വേറെയും പരിക്കുണ്ട്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ ഈ സമുദായത്തിൻ്റെ അവസ്ഥ. എപ്പോഴാണ് ഈ സമുദായം പഠിക്കുക? ഈ നിലക്കുള്ള പേക്കൂത്തുകൾക്ക് നേതൃത്വം നൽകുന്ന പുരോഹിതന്മാരുടെ അവസ്ഥകളെക്കുറിച്ചൊന്ന് ആലോചിച്ച് നോക്കൂ. കണ്ടല്ലോ, പുരോഹിത വർഗം എന്നൊക്കെ പറഞ്ഞ മൂപ്പര് ഉദ്ദേശിച്ച ആരാരോ? ഇവിടുത്തെ ഉസ്താദുമാരെയൊക്കെ ഉദ്ദേശിച്ചിട്ട് തന്നെയാണ്. സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തകരെ സുന്നികളെ ഉദ്ദേശിച്ചിട്ടാണ്. ഇതിലിപ്പം വരക്കൽ മുല്ലക്കോയ അല്ലെങ്കിൽ ജിബ്രി തങ്ങളും കാന്തപുരൊക്കെയാണോ ഇതിന് നേതൃത്വം നൽകുന്നത്? അല്ലെങ്കിൽ ഇവിടെ ഇതിലെ ഒരു സുന്നിനെ കാണിച്ചരിങ്ങൾ, എന്നിട്ട് ഇത് പേരിൽ ഇട്ടിട്ട് ഇവിടുത്തെ മുസ്ലിമീങ്ങൾ സുന്നികളെ ആക്ഷേപിക്കാൻ വേണ്ടി. എടോ, ഇവിടെ മമ്പുറത്ത് മക്കാമിന് നേർച്ചടക്കാറുണ്ട്, CM വലിയുള്ള മടവൂര് നേർച്ചടക്കാറുണ്ട്, തിരുപ്പഞ്ച് ഉസ്താന്റെ മലയിലുണ്ട് നല്ല നേർച്ചടക്കാറുണ്ട്. അവിടെയൊക്കെ എന്താ ചെയ്യണത്? അവിടെയൊക്കെ പാവപ്പെട്ട ആളുകൾക്ക് ഭക്ഷണം നൽകും, അവിടെ ദിക്റുണ്ടാവും, ദുആ ഉണ്ടാവും, മഹാന്മാരെ തപസ്സുലാക്കി ദുആ ചെയ്യും. എൻ്റെ നാട്ടിൽ തന്നെ ഉണ്ട് 4ഓളം കൊടുക്കൽ നേർച്ചകൾ, പാറമ്മൽ നേർച്ച എന്നൊക്കെ പറയപ്പെടും. ആ നേർച്ചയിൽ എന്താ നടക്കാറുള്ളത്? നേരം പൊൾക്കോളും ദിക്റില്ലെന്ന നേർച്ച ഉണ്ട്. കുറച്ച് അറവന മുട്ടും, പിന്നെ റാത്തീബ് ചൊല്ലും, അല്പം ആ റാത്തീബിന്ന് ചിലതൊക്കെ ആയുധപ്രയോഗങ്ങൾ നടത്തും. പിന്നെ ആളുകൾക്കൊരു ബുദ്ധിമുട്ടില്ലാത്ത വിധത്തിൽ റാത്തീബുകളും ദിക്റുകളൊക്കെ ചൊല്ലി അന്നദാനം നൽകി നല്ല സുഖമായി ദുആ ചെയ്ത് നല്ല മട്ടം പോലെ പിരിച്ചുവിടുന്ന എത്രയോ നേർച്ചകൾ കണ്ടിട്ടുണ്ട്. പക്ഷെ ഈ നേർച്ചയ്ക്ക് ഞാൻ ഇതുവരെ പങ്കെടുത്തിട്ടില്ല കേട്ടോ. ഇത് നേർച്ച എന്ന് പറയില്ല. എൻ്റെ ചെറുപ്പത്തിൽ കൊണ്ടോട്ടി നേർച്ച നടന്നിട്ടുണ്ട്. ആ കൊണ്ടോട്ടി നേർച്ച ഇതേ പ്രകാരമായിരുന്നു, പേക്കൂത്തും കൂത്താട്ടങ്ങളും ആയിരുന്നു. അന്ന് മനുഷ്യനക്ക് കിട്ടാത്ത ഹറാമായ അള്ളാഹു റസൂൽ എന്തൊക്കെ ഹറാമാക്കിയിട്ടുണ്ടോ അത് മുഴുവൻ അവിടെ കിട്ടും. അപ്പൊ ഇതിന് നേർച്ച എന്ന് പറയില്ല. നേർച്ചകളൊക്കെ മക്കാമിൽ ഇപ്പൊ ഈ നേർച്ച തന്നെ നടക്കുന്ന സ്ഥലത്ത് അവിടുത്തെ മുത്തവല്ലി, അവിടുത്തെ ആളുകള് മാന്യമായ നിലക്ക് നേർച്ച നടത്തുന്നുണ്ട്. മക്കാമില് അവിടുത്തെ ദുആ ചെയ്ത് യാസീൻ ഓതി ദുആ ചെയ്ത് ദിക്റ് ചൊല്ലി നല്ല നേർച്ച നടക്കാറുണ്ട്. പക്ഷെ അതൊന്നും ഇല്ല. അതിന്റെ പേരിൽ പലരും നടത്തുക. ഇവർക്കുള്ള ലക്ഷ്യം എന്താ? നല്ല സാമ്പത്തിക നേട്ടം, വേറൊന്നും അല്ല. ഇതിന്റെ പിന്നിൽ ആരൊക്കെ ഉള്ളത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കിയാൽ നന്ന്. വെറുതെ സുന്നി സമൂഹത്തിനിട്ടാണ്ട് ഇത് ഓല നടത്തുന്നെന്നും പറഞ്ഞാണ്ട് സക്കരിയ അതേ പ്രകാരം മറ്റേ റഫീഖ് സലഫി പോലത്തെ ആളുകളൊന്നും കലക്ക് വെള്ളത്തിൽ തൽക്കാലം മീൻ പിടിക്കാൻ നോക്കണ്ട കേട്ടോ. ബഹുമാനപ്പെട്ട ഉമർ അലി ശിഹാബ് തങ്ങള് വഖഫ് ബോർഡ് ചെയർമാൻ ആയിരിക്കുന്ന കാലഘട്ടത്തിൽ ഈ മുഴുവൻ മുസ്ലിം സംഘടനകളുടെയും അഭിപ്രായം മാനിച്ചുകൊണ്ട് ജാറത്തിന്റെ പരിസരത്ത് മതവിരുദ്ധമായ നിലക്കുള്ള നേർച്ച നടത്തണ്ട എന്ന് അന്ന് വഖഫ് ബോർഡിന്റെ ഉത്തരവിലൂടെ നിരോധിച്ചിരുന്നൊരു സംഭവമാണ്.
പിന്നീട് എന്താ സംഭവിച്ചത്? വഖഫ് ബോർഡിന്റെ ഈ ഉത്തരവാദിത്തം മറികടന്നുകൊണ്ട് അന്നത്തെ അച്യുതാനന്ദൻ സർക്കാരിന്റെ വഖഫ് മന്ത്രി സർക്കാർ ഉത്തരവിലൂടെ നേർച്ച നടത്താൻ ഒരു ഉത്തരവ് നൽകി. ജാറത്തിൽ നടക്കുന്ന നേർച്ചയൊന്നുമല്ല, അത് പ്രദേശത്തെ കാർഷിക ഉത്സവമാണ് എന്ന മട്ടില് സർക്കാർ അങ്ങനെ കണ്ടെത്തിക്കൊണ്ട് ആ നേർച്ച പിന്നീട് കൊണ്ടുവന്നത്. പിന്നീട് എന്താ സംഭവിച്ചത് അറിയോ? പിന്നീട് നേർച്ചയിൽ സംഘർഷമുണ്ടായി, ഒരാൾ വരെ കൊല്ലപ്പെടുകയുണ്ടായി. പിന്നീട് അത് കേസായി, കോടതിയായി, അങ്ങനെ പലതുമായി. അതിനുശേഷം പിന്നെ BP അങ്ങാടിയിലെ നേർച്ച അതിന്റെ ഭരണം വഖഫ് ബോർഡ് നേരിട്ട് നടത്താൻ വേണ്ടി തീരുമാനിച്ചു. അങ്ങനെ ബോർഡ് നിയോഗിച്ച മുത്തവല്ലിയാണ് പിന്നെ ഭരണം നടത്തിയത്. അങ്ങനെ ആ ഒരു മുത്തവല്ലി ജാറത്തിങ്കൽ ഇസ്ലാമിക ആചാരപ്രകാരമുള്ള ലളിതമായ നിലക്ക് നേർച്ച നടത്തി വന്നിരുന്നു. എന്നാൽ പിന്നെ വലിയ നേർച്ച എന്ന പേരിൽ നാട്ടിലെ നാനാജാതി മതസ്ഥര് എല്ലാ സകല ഗുലാബി ആളുകളും സംഘടിച്ചുകൊണ്ട് തട്ടിക്കൂട്ടിയ ഈ പേക്കൂത്തിന്റെ പേരാണ് ഇപ്പൊ നടക്കുന്ന ഈ ആനയും പിന്നെ ചെണ്ടയും മദ്ദളും ഇതൊക്കെ പാടെയുള്ള ഈ ഒരു കാട്ടിക്കൂട്ടല്. അന്നത്തെ ദിവസത്തിൽ ഇവരൊക്കെ ഇത് നേർച്ച എന്ന് പറയില്ല ഇതിന്. അന്ന് ഈ അള്ളാന്റെ റസൂൽ എന്തൊക്കെ ഹറാമാക്കിയിട്ടുണ്ടോ അത് മുഴുവനും അവർക്ക് ഹലാലായി അവിടെ കിട്ടും. അതെ, ആ കോലത്തിലാണ് അവർക്ക് ഹലാലാക്കും അവരത്. ആ കോലത്തിലാ ഹറാമായ മുഴുവൻ കിട്ടുന്ന ഒരു ദിവസം ഇതിന് നേർച്ച എന്ന് പറയപ്പെടും. അതുകൊണ്ട് തന്നെ ഇത് നേരത്തെ തന്നെ ബോർഡ് നിരോധിച്ചിരുന്നു. ജാറം കമ്മിറ്റിക്ക് ഇത് യാതൊരു അവരുടെ കീഴിലല്ല ഇത് നടക്കുന്നത്. അതിൽ വഖഫ് ബോർഡോ അല്ലെങ്കിൽ സുന്നി സംഘടനകളോ അല്ലെങ്കിൽ SKSFന്റെ ആളുകളോ SSFന്റെ ആളുകളോ സമസ്തയിലെ ആളുകളും ഇതിനില്ല, യാതൊരു ബന്ധമില്ല. അപ്പം ഈ നേർച്ചയിൽ കിട്ടുന്ന വരുമാനം മറ്റുള്ളതൊക്കെ അതിൻ്റെ ആ സംഘാടകർ തന്നെ നേരിട്ട് കൈകാര്യം ചെയ്യുന്ന പതിവാണ് പിന്നീട് കാണാൻ കഴിഞ്ഞത്. അതുകൊണ്ട് തന്നെ പ്രദേശത്തുള്ള സുന്നികൾക്ക് ഇതുമായി യാതൊരു ബന്ധവുമില്ല. 2006 മുതൽ ഇരു സുന്നികളും എതിർത്ത് പോകുന്ന സംഗതിയാണിത്. അതുകൊണ്ട് ഇതിന് നേർച്ച എന്ന് പറയാൻ പറ്റൂല. അപ്പൊ ഇതിന്റെ പേര് പറഞ്ഞുകൊണ്ട് സുന്നികളെ മേക്കിട്ട് നടക്കാൻ വഹാബികൾ തൽക്കാലം ശ്രമിക്കുന്ന ആ ഒരു ശ്രമം ഉണ്ടല്ലോ, അത് വെറുതെയാണ്. ആ വെള്ളം വെറുതെ മാറ്റി വെച്ചാളി, അതാ നിങ്ങൾക്ക് നല്ലത്. അതേ പ്രകാരം തന്നെ പേരോട് ഉസ്താദ് ഇതിനെ സംബന്ധിച്ച് എന്താണ് പറയുന്നത് എന്നുള്ളത് ഒന്നുകൂടി നമുക്ക് കേൾക്കാം. വളരെ വ്യക്തമായി തന്നെ ഇത്തരം പണ്ഡിതന്മാര്, ഇരു സമസ്തയിലെ പണ്ഡിതന്മാരും വളരെ വ്യക്തമായി ഈ അനാചാരത്തിനെതിരെ ശബ്ദിക്കുന്നത് നമ്മൾക്ക് എല്ലാവരും കേട്ടതാണ്. ഇതൊക്കെ കേട്ടാലും ഇതൊന്നും കേട്ട് നടിക്കാതെ എത്ര കേട്ടാലും ആളുകളെ പറഞ്ഞ് പറ്റിക്കലാണ് വഹാബികളുടെ സ്ഥിരം തൊഴിൽ. അതവരങ്ങനെ തുടർന്നു കൊണ്ടേയിരിക്കും. ഏതായാലും സുന്നികളായ നമ്മുടെ ഇതിനോടുള്ള ഈ നേർച്ചകളുടെ അനാചാരങ്ങൾക്കെതിരെയുള്ള എന്താണ് സുന്നികളുടെ നിലപാട് എന്നുള്ളത് പണ്ഡിതന്മാർ ഓരോരുത്തരും പറഞ്ഞു തരുന്നത് നമുക്ക് കേൾക്കാം. അല്ലാഹുവിന്റെ ഔലിയാക്കളുടെ ജാറങ്ങളിൽ വിവരം കെട്ട കമ്മറ്റിക്കാര് നടത്തുന്ന തോന്നിവാസങ്ങളില്ലേ, അവിടെ ഹറാമായ വാദ്യമേളങ്ങൾ മുട്ടുന്നു. ഹറാമായ വാദ്യമേളങ്ങൾ മുട്ടിയിട്ട് പട്ടാമ്പിക്കാരേ, കൊണ്ടോട്ടിക്കാരേ, മണത്തലക്കാരേ, കാഞ്ഞിരമുറ്റത്തുകാരേ, ഞാൻ പലപ്പോഴും പല സ്ഥലങ്ങളിൽ നിന്നും പറഞ്ഞതുപോലെ ഇവിടെയും ഞാൻ നിങ്ങളോട് പറയട്ടെ, അല്ലാഹുവിന്റെ ഔലിയാക്കളെ മഖ്ബറ അദബ് കാണിക്കേണ്ട സ്ഥലമാണ്. അവിടെ അനാവശ്യമായ ഹറാമായ വാദ്യമേളങ്ങൾ മുട്ടാനുള്ള സ്ഥലമല്ല. അവിടെ അതാ 75ാമത്തെ ആണ്ടിന് 75 ആനയെ കൊണ്ടുവന്ന് ഉള്ള പണം ചെലവഴിച്ചിട്ട് അവിടെ മുഴുവനും ആനപ്പിണ്ടി ഉണ്ടാക്കുന്നതിന് പകരം ആ സംഖ്യ ഒന്ന് പാവപ്പെട്ട പെൺകുട്ടികളെ വിവാഹത്തിന് കൊടുത്തുകൂടെ? എന്തിനാണ് ഈ 75 ആന? അതുപോലെ തന്നെ ലക്ഷക്കണക്കിന് ഉറുപ്പികയുടെ സാധനങ്ങൾ പൊട്ടിച്ചിട്ട് അതേ തെറ്റായ രൂപത്തിൽ മഖ്ബറകളിൽ നിന്ന് ലക്ഷങ്ങൾ തീയാക്കി പൊട്ടിച്ച് നശിപ്പിക്കുന്നതിനെതിരെ ഈ പാവപ്പെട്ടവൻ പല സ്ഥലത്തും പറഞ്ഞതാണ്, ഇവിടെയും പറയുന്നു. എന്റെ അടുക്കൽ ഏത് ഉറൂസുകാരൻ വന്നാലും ഏത് നേർച്ച കമ്മിറ്റിക്കാരൻ വന്നാലും അവിടെ അനാവശ്യമുണ്ടോ ഇല്ലേ എന്ന് ചോദിച്ചിട്ട് ഇല്ലെന്ന് ഉറപ്പായാലല്ലാതെ ഞാൻ മനഃപൂർവ്വം ഒരു ഉറൂസിനും പോകാറില്ല. സുന്നി പണ്ഡിതന്മാര് ഇതിനെക്കുറിച്ച് വ്യക്തമായി തന്നെ പറഞ്ഞിട്ടുണ്ട്, പല പ്രാവശ്യം പറഞ്ഞത്.
അബ്ദുൽ ഹമീദ് ഫൈസി അമ്പലക്കടവ് അതിനെക്കുറിച്ച് പറഞ്ഞത് നമുക്കൊന്ന് കേൾക്കാം. സമസ്തയുടെ തീരുമാനം എന്തായിരുന്നു എന്നുള്ളത് വ്യക്തമായി തന്നെ അവർ പറയുന്നുണ്ട്. ആണ്ടിനോടനുബന്ധിച്ച് പ്രത്യേകിച്ച് മഹാന്മാരായ മരിച്ച ആളുകളുടെ ആ മക്കാമിൽ നിന്ന് കിട്ടുന്ന അവരിൽ നിന്ന് ആ മദദ് മഅൂനത്ത് കൂടും. അപ്പൊ പ്രത്യേകം സിയാറത്തിന് പ്രാധാന്യമുണ്ട്. അതും സ്ഥിരപ്പെട്ടതാണ്. അതിന്റെ ഭാഗമായി ഖുർആൻ പാരായണം, തവസ്സുല്, ഇസ്തിഗാസ, തബറുക്ക്, അതുപോലെ അന്നദാനം, അതുപോലുള്ള ഇസ്ലാമിക പ്രഭാഷണ പരിപാടി, ഇതൊക്കെയാണ് നമ്മൾ അംഗീകരിക്കുന്നത്. അതല്ലാതെ ചെയ്യുന്ന ആളുകൾ നമ്മുടെ സുന്നത്ത് ജമാഅത്തിന്റെ സമസ്തന്റെ അംഗീകാരത്തോടെയാണ് ചെയ്യുന്നത്. ഇങ്ങനത്തെ ചില അനാചാരങ്ങൾ പ്രത്യക്ഷപ്പെട്ട ആ കാലഘട്ടത്തിൽ 1951 സമസ്തയുടെ 20ാം വടകര ചേർന്ന വാർഷിക മഹാസമ്മേളനത്തിൽ വെച്ച് സമസ്ത അംഗീകരിച്ച പ്രമേയമാണിത്. മഹാന്മാരുടെ മക്കാമുകളോടനുബന്ധിച്ച് നടന്നു വരുന്ന നേർച്ചകളിലും മറ്റും ഇന്ന് കണ്ടുവരുന്നതും സുന്നത്ത് ജമാഅത്തിന്റെ ഉലമാക്കളുടെ ദൃഷ്ടിയിൽ വിരോധിക്കപ്പെട്ടതുമായ എല്ലാ അനാചാരങ്ങളും നിർത്തൽ ചെയ്യേണ്ടതും തൽസ്ഥാനത്ത് സുന്നത്തായ ആചാരങ്ങൾ സ്ഥാപിക്കേണ്ടതുമാണെന്ന് ഈ യോഗം തീരുമാനിച്ചു, ആഹ്വാനം ചെയ്യുന്നു എന്ന് അന്ന് പ്രമേയം അംഗീകരിച്ചതാണ്. അതിനകത്തുള്ളത് കുറെ ബോധവൽക്കരണം നടത്തി. ഒരുപാട് സ്ഥലത്ത് മാറ്റം വന്നു. മാറ്റം വന്ന കൂട്ടത്തിൽപ്പെട്ടതാണ് മലപ്പുറം നീർച്ച. മലപ്പുറം നീർച്ച അല്ലല്ലോ, ആ പറഞ്ഞ രൂപത്തിൽ പരിഷ്കരിച്ചു, നന്നായി. അങ്ങനെ ഒരുപാട് സ്ഥലത്ത് മാറ്റം വരുത്തി. ഒരുപാട് സ്ഥലത്ത് മാറ്റം വരുത്താതെ ഒരു ബിസിനസ്സായി കൊണ്ടുനടക്കുന്ന ആൾക്കാരുണ്ട്. അത് മുസ്ലിങ്ങളും ഉണ്ട്, ഹിന്ദുക്കളുണ്ട്. പട്ടാമ്പി നീർച്ച നടത്തുന്ന പട്ടാമ്പി നീർച്ച ഫേമസ് ആണ്. പട്ടാമ്പി നീർച്ച 71 ആണ്ട് നീർച്ചയാണെങ്കിൽ 71 ആന വേണം. 72 ആണ്ട് നീർച്ച എത്ര വേണം? 72 ആന വേണം. ഒരു കൊല്ലം പട്ടാമ്പി നീർച്ച മുടങ്ങി. അന്ന് എന്താ വെച്ചാൽ ആനപ്പാപ്പാന്മാരെ സമരേനു, നീർച്ച നടത്തില്ല. കാരണം നീർച്ചന്റെ ആന എണ്ണത്തിന് കിട്ടാൻ ഇല്ലല്ലോ. ആ നീർച്ച കമ്മിറ്റി ചെയർമാൻ ആരാ? ശരിക്കും ആ നീർച്ച കമ്മിറ്റി മാത്രം നമുക്ക് മറുപടി പറഞ്ഞാൽ മതി. ആ പട്ടാമ്പി പള്ളിയിൽ കുറെ കാലം മുദരിസും ഖാദിയായത് സമസ്ത കേരള ജംഇയ്യത്തുൽ മുഷാവറ അംഗമായ CKM സാദിഖ് മുസ്ലിയാരാണ്. അള്ളാഹു അവർക്കും നമ്മുടെ പണ്ഡിതന്മാർക്കൊക്കെ ദീർഘായുസ്സും ആഫിയത്തും ആരോഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മൂപ്പരോട് ഞാൻ ചോദിച്ചു, മൂപ്പരാടെ നിൽക്കുന്ന ഉസ്താദേ എന്തായാലും നിങ്ങൾ പറഞ്ഞ മൂപ്പരോട് എന്തു പറയാ, നിങ്ങൾ ഇവിടെ നിൽക്കുമ്പോൾ ഈ നീർച്ച നടക്കുമ്പോ നമുക്കത് മോശം തന്നെയാണ്, നിങ്ങളെല്ലാം ഇവിടുത്തെ ഖാദി, നിങ്ങൾക്ക് എന്തായാലും ഇടപെടാൻ കഴിയില്ല ചോദിച്ചു. ആ മൂപ്പര് ഹമീദ എന്തെങ്കിലും അറിയാതെ പറയരുത്, എനിക്ക് കാര്യം എന്താ ചോദിച്ചു, എന്താ ഉസ്താദേ പറയാനുള്ളത് ചോദിച്ചു. ആ മൂപ്പര് പറഞ്ഞു, പട്ടാമ്പി പള്ളി കമ്മിറ്റിക്കാർ എന്റെ അടുത്ത് ഇവിടെ മുദരിസും ഖാദിയായി സ്ഥാനം ഏറ്റെടുക്കാൻ പറയുമ്പോൾ തന്നെ ഞാൻ പറഞ്ഞു, എനിക്ക് നിങ്ങളെ നാട്ടിൽ പരിപാടി ശരിയാവില്ല, ഞാൻ സമസ്തന്റെ പ്രവർത്തകനാണ്, നിങ്ങളെ നാട്ടിൽ നടക്കുന്ന നീർച്ച നടക്കുന്ന കാര്യങ്ങളൊന്നും ഞാൻ അംഗീകരിക്കൂല, ഞാനവിടെ വന്നാൽ എതിർക്കും, അതിനെന്റെ കൂടെ നിൽക്കാൻ പറ്റുമെങ്കിൽ ഞാൻ വരാറുണ്ട്. അപ്പൊ അവരുടെ ഉസ്താദെ 100 വട്ടം സമ്മതം, ഞങ്ങളൊന്നും അതിന് സപ്പോർട്ടല്ല, അതൊക്കെ നടത്തുന്ന ടീം വേറെയാണ്, ഉസ്താദ് ധൈര്യമായിട്ട് വന്നു വിളിയായിരുന്നു. അങ്ങനെ ഏറ്റെടുത്തു. ഫസ്റ്റ് നീർച്ച സീസൺ വന്നു. മൂപ്പര് ജുമാന്റെ മുമ്പ് പറഞ്ഞു, ഇന്ന് ജുമാന്റെ ശേഷം പ്രധാനപ്പെട്ട ഒരു കാര്യം അറിയിക്കാണ്ട്, അതുകൊണ്ട് എല്ലാവരും അത് കേട്ടിട്ടേ പോകാൻ പറ്റുള്ളൂ. മൂപ്പര് ജുമാന്റെ ശേഷം എന്താണ് ഇസ്ലാമിലെ നീർച്ച, മഹാന്മാരെ പദവി, നീർച്ചന്റെ ഭാഗമായി നമ്മൾ ചെയ്യേണ്ട എന്തൊക്കെയാണ് സുന്നത്തെ മാതം ഒക്കെ പറഞ്ഞു കൊടുത്തു. ഇതിനപ്പുറമുള്ള നീർച്ച ഇവിടെ അംഗീകരിക്കുന്ന പ്രശ്നമല്ല, ഞാനാണ് ഇവിടുത്തെ ഖാദി, ഞാൻ ആധികാരികമായി പ്രഖ്യാപിക്കുകയാണ്, ബാക്കിയുള്ള കാര്യങ്ങൾ നടത്താൻ പറ്റൂലായിരുന്നു. അങ്ങനെ നീർച്ച കഴിഞ്ഞ ആൾക്കാർ നിസ്കാരം ജുമാ കഴിഞ്ഞ ആൾക്കാർ ഇങ്ങനെ പോയി പ്രസംഗം കഴിഞ്ഞിട്ട് തമ്മിൽ മുറുമുറുപ്പ് തുടങ്ങി. ഓരോ ആൾക്കാർ ആനമയിലൊട്ടകത്തിന് ഇവിടെ കുറച്ച് വാടക കൊടുത്തിട്ട് അപ്പുറത്ത് ഹോട്ടലിന്റെ അവിടെ മരണക്കിളർ ഉണ്ടാക്കാൻ, ഇവിടെ സർക്കസ് ഉണ്ടാക്കാൻ, ഓരോ ആൾക്കാർക്കും വാടക, നല്ലൊരു വരുമാനമാണിത്. ഒക്കെ മുടങ്ങുമല്ലോ ഇതിലെ ആശങ്ക. പക്ഷെ ഈ വരുമാനം നമ്മളെപ്പോലെ ആർക്കും കിട്ടുന്നുണ്ട്, ഹിന്ദുക്കും കിട്ടുന്നുണ്ട്. അതിൽ ഹിന്ദുക്കൾപ്പെട്ട ഒരാൾ കോടതി പോയിട്ട് പറഞ്ഞു, പട്ടാമ്പി നീർച്ച ചിരപുരാതന കാലം മുതൽക്ക് തന്നെ ജാതിമത ഭേദമന്യേ ആഘോഷിക്കുന്ന ആഘോഷമാകയാൽ അത് മുസ്ലിമീങ്ങൾക്ക് ഏകപക്ഷീയമായി നിർത്തിവെക്കാൻ അവകാശമില്ലാത്തതുകൊണ്ട് ബഹുമാനപ്പെട്ട കോടതി നടത്തിക്കൊണ്ടുപോകാൻ ഞങ്ങൾ അനുവദിക്കണമെന്ന് ആവശ്യപ്പെടുന്നു. കോടതി മുസ്ലിങ്ങൾക്ക് വേണ്ടി നിങ്ങൾ നടത്തിക്കോളി പറഞ്ഞു. സാദിഖലി പറഞ്ഞു, ഹിന്ദുക്കൾ നടത്തി നമുക്ക് ഒരു വിരോധം, അങ്ങനെ ഭാരത പുഴയിൽ പോയി നടത്തിക്കോളി, മക്കാമിന്റെ ഉള്ളിൽ കിടക്കണ്ടായിരുന്നു. ഇപ്പോ പട്ടാമ്പി ആ റോട്ടുമിനും ഭാരതപ്പുഴ നല്ല ഉണങ്ങിയ മണൽത്തീരേക്കാൾ അവിടെ നടത്തുന്ന ഹിന്ദുക്കൾ അതിന്റെ മുന്നിലുണ്ട്. കഴിഞ്ഞ ഒരു വർഷത്തെ ഞാൻ ശ്രദ്ധിച്ചിരുന്നു, നീർച്ച കമ്മിറ്റി ചെയർമാൻ അഡ്വക്കേറ്റ് ഉദയ രാജവർമ്മ സുന്യ. പക്ഷെ എന്നാലും പറയും നീർച്ച അനാചാരം നിങ്ങളതല്ലേ അറിയാം, വെറുതെ പറയണവര്, നമുക്കായിട്ടും ബന്ധമല്ല. സുഹൃത്തുക്കളെ, അപ്പൊ ഇത്തരം അനാചാരങ്ങൾ, ആണ്ടുത്സവങ്ങൾ, ജാറോത്സവങ്ങൾ, ഉറൂസുകൾ, ഇതിനൊക്കെ സാദൃശ്യമുള്ളത് ഷിയാക്കളോടാണ്. അതല്ലാതെ ഇത് അഹ്ലുസുന്നത്തിന്റെ പാതയല്ല. എന്നിട്ടും നോക്കൂ നിങ്ങൾ, ഈ അത്യാചാരങ്ങൾക്കും ഈ ശിർക്ക് ഖുറാഫാത്തുകൾക്കുമൊക്കെ നേതൃത്വം നൽകുകയാണ് പുരോഹിതന്മാർ. എന്നാൽ ഇവർ ഈ നടത്തുന്ന പരിപാടികളോ അവിടെ ആനന്ദങ്ങൾ കണ്ട് ആസ്വദിക്കുന്നു, സർവ്വ പേക്കൂത്തുകൾ നടക്കുന്നു. എന്നിട്ട് അതിന് പുരോഹിതന്മാർ ന്യായീകരിച്ചുകൊണ്ട് എല്ലാ നിലക്കുള്ള സൗകര്യങ്ങളും ചെയ്തു കൊടുക്കുകയാണ്. ഈ മഖ്ബറ ഭരിക്കുന്ന മുതവല്ലി അനാചാരം നിർത്തിയപ്പോ ഒരു കൂട്ടരതാ മുട്ടിപ്പാടിയിട്ട് ഇങ്ങനെ പോകുന്നു. ഞാൻ ചോദിച്ചതാരാണ്? ഇപ്പൊ പറഞ്ഞ അവിടുത്തെ മുജാഹിദീങ്ങൾ സംഘടിപ്പിച്ചതാണ്. അതെന്തിനാണ്? അതിവിടെ മുമ്പേ നടക്കുന്ന
നടക്കുന്നതാണ് മുട്ടും പാട്ടും, അത് നിർത്തിയാ പറ്റൂല. അത് മുജാഹിദിന് വാശിയാണ്. ഇന്നാലില്ല സുന്നികളുടെ തലയിൽ വെച്ച് കെട്ടാൻ വേണ്ടി ഇത്തരം കാപട്യങ്ങൾ ചെയ്യുന്നവരല്ലേ ഇവര്. അതിലൊന്നും മുസ്ലിമീങ്ങൾ പെട്ടുപോകണ്ട. ഇങ്ങനത്തെ ചില അനാചാരങ്ങൾ പ്രത്യക്ഷപ്പെട്ട ആ കാലഘട്ടത്തിൽ 1951 സമസ്തയുടെ 20ാം വടകര ചേർന്ന വാർഷിക മഹാസമ്മേളനത്തിൽ വെച്ച് സമസ്ത അംഗീകരിച്ച പ്രമേയമാണിത്. മഹാന്മാരുടെ മക്കാമുകളോടനുബന്ധിച്ച് നടന്നു വരുന്ന നേർച്ചകളിലും മറ്റും ഇന്ന് കണ്ടുവരുന്നതും സുന്നത്ത് ജമാഅത്തിന്റെ ഉലമാക്കളുടെ ദൃഷ്ടിയിൽ വിരോധിക്കപ്പെട്ടതുമായ എല്ലാ അനാചാരങ്ങളും നിർത്തൽ ചെയ്യേണ്ടതും തൽസ്ഥാനത്ത് സുന്നത്തായ ആചാരങ്ങൾ സ്ഥാപിക്കേണ്ടതുമാണെന്ന് ഈ യോഗം തീരുമാനിച്ചു, ആഹ്വാനം ചെയ്യുന്നു എന്ന് അന്ന് പ്രമേയം അംഗീകരിച്ചതാണ്. അതിനകത്തുള്ളത് കുറെ ബോധവൽക്കരണം നടത്തി. ഒരുപാട് സ്ഥലത്ത് മാറ്റം വന്നു. മാറ്റം വന്ന കൂട്ടത്തിൽപ്പെട്ടതാണ് മലപ്പുറം നേർച്ച. മലപ്പുറം നേർച്ച അല്ലല്ലോ ആ പറഞ്ഞ രൂപത്തിൽ പരിഷ്കരിച്ചു, നന്നായി. അങ്ങനെ ഒരുപാട് സ്ഥലത്ത് മാറ്റം വരുത്തി. ഒരുപാട് സ്ഥലത്ത് മാറ്റം വരുത്താതെ ഒരു ബിസിനസ്സായി കൊണ്ടുനടക്കുന്ന ആൾക്കാരുണ്ട്. അത് മുസ്ലിങ്ങളും ഉണ്ട്, ഹിന്ദുക്കളുണ്ട്. പക്ഷേ ഈ വരുമാനം നമ്മളെപ്പോലെ ആർക്കും കിട്ടുന്നുണ്ട്? ഹിന്ദുക്കും കിട്ടുന്നുണ്ട്. അതിൽ ഹിന്ദുക്കൾപ്പെട്ട ഒരാൾ കോടതി പോയിട്ട് പറഞ്ഞു, പട്ടാമ്പി നീർച്ച ചിരപുരാതന കാലം മുതൽക്ക് തന്നെ ജാതിമത ഭേദമന്യേ ആഘോഷിക്കുന്ന ആഘോഷമാകയാൽ അത് മുസ്ലിമീങ്ങൾക്ക് ഏകപക്ഷീയമായി നിർത്തിവെക്കാൻ അവകാശമില്ലാത്തതുകൊണ്ട് ബഹുമാനപ്പെട്ട കോടതി നടത്തിക്കൊണ്ടുപോകാൻ ഞങ്ങൾ അനുവദിക്കണമെന്ന് ആവശ്യപ്പെടുന്നു. കോടതി മുസ്ലിങ്ങൾക്ക് വേണ്ടി നിങ്ങൾ നടത്തിക്കോളി പറഞ്ഞു. സാദിക്കോലി പറഞ്ഞു, ഹിന്ദുക്കൾ നടത്തി നമുക്ക് ഒരു വിരോധം, ഞങ്ങൾ ഭാരത പുഴയിൽ പോയി നടത്തിക്കോളി, മക്കാമിന്റെ ഉള്ളിൽ കിടക്കണ്ടായിരുന്നു. ഇപ്പോ പട്ടാമ്പത്തെ ആ റോട്ടുമിലും ഭാരതപ്പുഴ നല്ല ഉണങ്ങിയ മണൽത്തീരക്കാൻ അവിടെ നടത്തുന്ന ഹിന്ദുക്കൾ അതിന്റെ മുന്നിലുണ്ട്. കഴിഞ്ഞ ഒരു വർഷത്തെ ഞാൻ ശ്രദ്ധിച്ചിരുന്നു, നീർച്ച കമ്മിറ്റി ചെയർമാൻ അഡ്വക്കേറ്റ് ഉദയരാജവർമ്മ സുന്യ. പക്ഷെ എന്നാലും പറയും നീർച്ച അനാചാരം നിങ്ങളതല്ലേ അറിയാം, വെറുതെ പറയണവര്. നമുക്കായിട്ടും